ഞാൻ പറയുന്നത് മോന് വേണ്ടിയുള്ള സാക്ഷ്യമാണ്. അവനിപ്പോൾ 6ാം സ്റ്റാൻഡേർഡിൽ പഠിക്കുകയാണ്. അവൻ സ്കൂളിൽ ഒരു അനുസരണയും ഇല്ലായിരുന്നു. ടീച്ചേഴ്സ്മാർ എന്നും മാറി മാറി വിളിച്ച് കംപ്ലൈൻറ്റ് പറയുമായിരുന്നു. നമ്മൾ എത്ര പറഞ്ഞാലും അവൻ അനുസരിക്കില്ല. അപ്പോൾ അവൻ്റെ പപ്പ പറയും, ഇങ്ങനെ പോയാൽ അവനെ TC കൊടുത്ത് പറഞ്ഞേക്കും എന്ന് പറയും. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടം ആയിരുന്നു. അങ്ങനെ ഞാൻ ഇടയ്ക്ക് വെള്ളിയാഴ്ച അങ്കിളിൻ്റെ പ്രസംഗം TV യിൽ കാണുമായിരുന്നു. അങ്ങനെ അങ്കിളിൻ്റെ നമ്പർ കുറിച്ചെടുത്ത് അങ്കിളിനെ വിളിച്ചു കാര്യങ്ങൾ സംസാരിച്ചു. അങ്കിൾ പറഞ്ഞു, ഫാമിലിയായിട്ട് നിങ്ങളിവിടെ പ്രെയർ ഹാളിൽ വരണമെന്ന് പറഞ്ഞു. നമ്മൾ ഫാമിലിയായിട്ട് പ്രെയർ ഹാളിൽ വന്നു. ആരാധന കഴിഞ്ഞ ശേഷം അങ്കിൾ മോന് വേണ്ടി പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് വീട്ടിലേക്ക് പോയി. 2-3 ദിവസം കൊണ്ട് പിന്നെ ടീച്ചേഴ്സ്മാർ വിളിക്കുന്നില്ല. അപ്പോൾ കാര്യം തിരക്കാൻ വേണ്ടി ഞാൻ അങ്ങോട്ട് ടീച്ചേഴ്സിനെ വിളിച്ചു. അപ്പോൾ ടീച്ചർ പറഞ്ഞു, ഇപ്പോൾ ആനുഷ് നല്ല മര്യാദയാണ്, നല്ല പഠിക്കുന്നുണ്ട്, ഒരു കുഴപ്പമില്ല എന്ന് പറഞ്ഞു. പിന്നെ 2-3 ദിവസം കഴിഞ്ഞ് ക്ലാസ്സിലെ ലീഡറിൻ്റെ ബാൾജുമായിട്ട് വീട്ടിൽ വന്നു. അപ്പോൾ എനിക്കത് വിശ്വസിക്കാൻ പറ്റിയില്ല. ഞാൻ ടീച്ചറിനെ വിളിച്ച് വീണ്ടും ചോദിച്ചു, എന്താണ് ടീച്ചറെന്ന്. അപ്പോൾ ആൻഷ് ഇപ്പം നല്ല മര്യാദയാണ്, നല്ല പഠിക്കുന്നുണ്ട്, അതുകൊണ്ട് ആൻഷിനെ ക്ലാസ്സിലെ ലീഡറാക്കി എന്ന് പറഞ്ഞു. ഇത്രയും അധികം അത്ഭുതം പ്രവർത്തിച്ച ദൈവത്തിന് നന്ദി പറയുന്നു. അവസാനം ബൈബിൾ എടുക്കുക. ആവർത്തനം 8:2. ആവർത്തനം 8:2. നിന്റെ ദൈവമായ യഹോവ നിന്നെ താഴ്ത്തുവാനും തൻ്റെ കൽപ്പനകൾ പ്രമാണിക്കുന്നുവോ ഇല്ലയോ എന്ന് നിന്നെ ശോധന ചെയ്ത് നിന്റെ ഹൃദയത്തിൽ ഇരിക്കുന്നത് അറിയുവാനും. ആമേൻ. ഉള്ളിൽ പതിക്കു വച്ചിരിക്കുന്ന മുണുമുണുപ്പും പിറുപിറുപ്പും നാവിൽ കൂടി പുറത്തു വന്ന് ദൈവം അറിയുവാനും, നിന്നെ സമൂഹത്തിൽ അല്പം കുറച്ചു നാൾ താഴ്ത്തുവാനും, നിന്റെ ഈ 40 വർഷം ഇസ്രായേൽ ജനത്തോട് സംസാരിക്കുന്ന 40 വർഷം നിന്നെ നടത്തിയ വിധം നീ ഓർത്തുകൊള്ളുക. നടത്തിയ വിധം മറക്കരുത്. ആമേൻ. ആവർത്തനം 1:31, ആവർത്തനം 8:4, ആവർത്തനം 29:5, സംഖ്യ 13:23, ആയിഷ 40:11. ഒരു ഇടയൻ ആട്ടിൻ കൂട്ടത്തെ നയിക്കുന്നത് പോലെ തള്ളാടുകൾ അവൻ പതുക്കെ നടത്തി. കുഞ്ഞാടുകളെയോ ബൈബിൾ നമ്മ പഠിപ്പിക്കുന്നു, ഭുജത്തിൽ എടുത്ത് മാർബിൽ ചേർത്ത്. അതാണ് ആവർത്തന പുസ്തകത്തിൽ 1:31 എഴുതുന്ന, ഒരു ജനകൻ തൻ്റെ മകന് മാർബിൽ ചേർത്ത് ഭുജത്തിൽ വയ്ക്കുന്നത് പോലെ, അപ്പൻ മകനെ തൂക്കി ചുമക്കുന്നത് പോലെ ദൈവം ഇസ്രായേൽ ജനത്തെ നടത്തി നിന്നെയും നടത്തും. ആമേൻ. അപ്പൻ മകനെ നടത്തിയതുപോലെ 40 ആണ്ടുകാലം അവർ ഇട്ടിരുന്ന ചെരുപ്പ് പഴകിയിട്ടില്ല, ഉടുത്തിരുന്ന വസ്ത്രം ജീർണിച്ചു പോയില്ല. സ്വന്തമായി ചുരുക്കി പറഞ്ഞാൽ ഒരു അപ്പൻ മോനെ തോളിൽ ചുമക്കുന്നത് പോലെ നടത്തിയ വിധം ഭയങ്കരം. 2, ഇതിനെ വിട്ടിട്ട് അവിടെ ഉള്ളിൽ വച്ചിരിക്കുന്ന പിറുപിറുപ്പ് വെളിയിൽ നാക്കിൽ കൂടി അറിയുവാൻ ദൈവം അവരെ 40 നാളുകളിൽ എത്തിച്ചേരേണ്ട ദൂരം
40 ആണ്ടുകളായി നടത്തി വട്ടം കറക്കി. ആമേൻ, ഹല്ലേലൂയ. ദൈവത്തിന് കണക്ക് നന്നാ അറിയാം. ജെറമ്യാ 29:11 നമ്മെ പഠിപ്പിക്കുന്ന, നമ്മെക്കുറിച്ച് ദൈവത്തിൻ്റെ ഡയറിയിലുള്ള പദ്ധതി ഒട്ടും ദോഷത്തിനല്ല, എല്ലാം നന്മയ്ക്കുള്ളതാണ്. ആമേൻ. ജോലി കിട്ടിയില്ല, ഗവൺമെൻറ് സർവീസിൽ കയറാൻ പറ്റിയില്ല, നല്ല വെളുത്ത മാപ്പിള കിട്ടിയില്ല, നല്ല സർക്കാർ ജോലിയുള്ള പെണ്ണ് കിട്ടിയില്ല, നല്ല വീടില്ല, അവർക്ക് നല്ല വീടുണ്ട്. നിനക്ക് മക്കളെ, ദൈവജനമേ, നിന്നെക്കുറിച്ച് നിനക്കൊരു പദ്ധതി ഉള്ളതിനേക്കാൾ നല്ല പദ്ധതി എൻ്റെ ദൈവത്തിന് നിന്നെക്കുറിച്ച് ഭംഗിയായി അവൻ്റെ കയ്യിൽ ഉണ്ട്. ആമേൻ, ഹല്ലേലൂയ. അത് ഒട്ടും ദോഷത്തിനായുള്ള പദ്ധതിയല്ല, നന്മയ്ക്കായുള്ള പദ്ധതി. അവർക്ക് 40 ദിവസത്തിൽ എത്തിച്ചേരുന്ന നേർ റൂട്ടുണ്ട്. അവർക്കറിയാം, ദൈവത്തിനും അറിയാം. ആ നേർ റൂട്ടിൽ ഇവരെ വിടാതെ മറച്ച് റൗണ്ട് അടിപ്പിച്ചു. പുറപ്പാട് 13:17, ഉൽപ്പത്തി 15:16, ആമോസ് പ്രവചനം 2-ാം അധ്യായം 10-ാം വചനത്തിൽ അതിൻ്റെ കാരണങ്ങൾ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. ഫെലിസ്തീയ അതിർത്തിക്കകത്തു കൂടി ചെന്നാൽ അടുത്ത് കനാൻ ദേശത്തിൽ എത്തുവാനുള്ള ഒരു വഴിയുണ്ട്. ദൈവം പുറപ്പാട് 13:17 മറച്ച് ഇവരെ റൗണ്ട് അടിപ്പിച്ച്. കാരണം അവൻ്റെ ഫെലിസ്തീൻ്റെ അതിർത്തിയിൽ ചെന്നാൽ അവൻ യുദ്ധത്തിന് ഒരുങ്ങും, ഇവർ യുദ്ധം ചെയ്യേണ്ടി വരും. യുദ്ധം കാണുമ്പോൾ പാലും തേനും ആറായി ഒഴുകുന്ന ദേശത്തിൽ കൊണ്ടാക്കും എന്ന് പറഞ്ഞ് ദൈവത്തിൻ്റെ വെറും കള്ളവാക്കാണെന്ന് പറഞ്ഞ് ഇവർ പുറകോട്ട് ഓടും. ഒരിക്കലും പുറകോട്ട് ഓടുന്നത് ദൈവത്തിന് ഇഷ്ടമില്ല. ദൈവത്തിൻ്റെ മുമ്പിലുള്ളത് ഇവരെ കൊണ്ട് കനാനിൽ പാർപ്പിക്കുവാൻ. ദൈവത്തിന് ഇഷ്ടമുള്ളത് നിന്നെയും എന്നെയും പകുതി വഴിയിൽ വിട്ടിട്ട് ഓടുന്നതല്ല, നിന്നെ സ്വർഗത്തിൽ കൊണ്ടെത്തിക്കുവാൻ. ആകയാൽ ഒരു യുദ്ധത്തിന് അവിടെ ഒരു വഴി ഒരുങ്ങാതെ പുറപ്പാട് 13:17 അവരെ റൗണ്ട് അടിപ്പിച്ചു. റൗണ്ട് അടിപ്പിച്ചതിൻ്റെ കാരണം, രണ്ടാമത്തെ കാരണം, ആമോസ് 2-ാം അധ്യായം 10-ാം വചനം നമ്മെ പഠിപ്പിക്കുന്ന, അവിടെ ഒരു ഭയങ്കര ജാതി ഉണ്ട്. ഇവർ പാർക്കുവാൻ പോകുന്ന കനാൻ ദേശത്തിൽ അമോറിയർ, they had 5 giant kings, ഭയങ്കര 5 രാജാക്കന്മാർ അവിടെ ഉണ്ട്. അമോറിയ ജാതി, അവർക്ക് ദൈവം പകരമിട്ടണം ഇവരെ കൊണ്ട്. ഒരു നാണയത്തിന് ഒരു സൈഡല്ല, 2 സൈഡുണ്ട്. ഏത് വിഷയത്തിനും 2 സൈഡുണ്ട്. 2 കൊരിന്ത്യർ 5-ാം അധ്യായം 10-ാം വചനത്തിൻ പ്രകാരം, 1 തിമോത്തിയോസ് 5-ാം അധ്യായം 24 പ്രകാരം, 2 കൊരിന്ത്യർ 5:10 പ്രകാരം, 1 സാമുവേൽ 15:2. അമാൽക്കിയരെ സൗലിനെ കൊണ്ട് പാഠം പഠിപ്പിച്ചത് നമുക്കറിയാം. ഈ ജനത്തെ അമോറിയരെ ഒന്ന് പാഠം പഠിപ്പിച്ച് അവരുടെ ദേശത്ത് തൻ്റെ ജനത്തിൻ്റെ കയ്യിൽ കൊടുക്കണം. അതാണ് ദൈവത്തിൻ്റെ പദ്ധതി. എന്തുകൊണ്ട്? ഉൽപ്പത്തി 15:16 430 ആണ്ടുകൾ ഈ സാധുജനം മിസ്രൈമിൻ്റെ അടിമകളായി പീഡിപ്പിക്കപ്പെടുവാൻ കാരണം ഈ ജനമാണ്. ഉൽപ്പത്തി 15:16 ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, അവരുടെ അക്രമം തികയുന്നത് വരെ ഇവർ പീഡിപ്പിക്കപ്പെട്ടു. അമോറിയരുടെ അക്രമം, ദുഷ്ടത തികയുന്നത് വരെ 430 ആണ്ടുകാലം ഇവർ പീഡിപ്പിക്കപ്പെട്ട്, അങ്ങനെ നീണ്ട കാലം പീഡനം അനുഭവിക്കുവാൻ ഉണ്ടായിരുന്ന ഒരു ജാതി അവിടെ ഉണ്ട്. അവരെ നിങ്ങൾ പീഡിപ്പിക്കും. ആമോസ് 2:10 ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു,
അവരുടെ ദേശം നിങ്ങൾ കൈവശമാക്കുവാൻ വേണ്ടി നിങ്ങളെ ഇങ്ങനെ വളച്ചു ഒടിയിച്ച് ദൈവം ഇസ്രായേൽ ജനത്തെ 40 ദിവസത്തിൽ എത്തിച്ചേരേണ്ടതിന് പകരം 40 ആണ്ടുകൾ അവര് നടത്തിയെന്ന് ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. നിന്നെ ശപിച്ചവൻ നിന്നെ സല്യൂട്ടടിക്കുവാൻ ദൈവം നിന്റെ ജീവിതത്തിൽ ആ സമയം എത്തിച്ചേരുവാൻ ചില ക്രമീകരണങ്ങൾ ദൈവം ഉണ്ടാക്കും. ആകയാൽ നാവെടുത്ത് പിറുപിറുക്കരുത്. യേശുവിൻ്റെ നാവിൽ ഒരു നാളും പിറുപിറുപ്പ് വന്നിട്ടേയില്ല. കർത്താവ് സംസാരിച്ചത് ഒക്കെയും ലൂക്കോസ് സുവിശേഷം 4:22 ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന ലാവണ്യ വാക്കുകൾ. കർത്താവ് സംസാരിച്ചത് ഒക്കെയും അധികാരത്തിൻ്റെ വാക്കുകൾ. മത്തായി 7:29 കർത്താവ് സംസാരിച്ചത് ഒക്കെയും കുറ്റമില്ലാത്ത വാക്കുകൾ. യോഹന്നാൻ 7:46 കർത്താവിൻ്റെ സംസാരവും പ്രസംഗവും കേട്ടിട്ട് അറസ്റ്റ് ചെയ്യുവാൻ വന്ന പടവീരന്മാർ നിന്ന് പുറകോട്ടു പോയി അയച്ചവരുടെ അടുക്കൽ സാക്ഷ്യം പറയുന്നു. അവൻ പ്രസംഗിച്ചതുപോലെ ഈ ഭൂമിയിൽ വേറെ ഒരുവനും പ്രസംഗിച്ചത് ഞങ്ങൾ കേട്ടിട്ടില്ല. ഫോൾട്ട്ലെസ് വേർഡ്, കുറ്റമേ ഇല്ലാത്ത വാക്കുകൾ നമുക്ക് ദൈവം നാക്ക് തന്നിരിക്കുന്നത് കുറ്റം പറയുവാനല്ല, ശപിക്കാനല്ല, ലാവണ്യ വാക്കുകൾ സംസാരിക്കുവാൻ. മരണവും ജീവനും നാവിൻ്റെ അധികാരത്തിൽ ഉണ്ട്. ആകയാൽ ഈ നാവെടുത്ത് ഒന്ന് യേശുവിനെ ഏറ്റുപറയണം. ആമേൻ, ആമേൻ. നീ കിരീടം കർത്താവിൻ്റെ ശിരസിൽ ചൂടും. 1 കൊരിന്ത്യർ 9:25, 2 തിമോത്തിയോസ് 4:8, 1 പത്രോസ് 5:4 വാടുന്ന കിരീടമുണ്ട്, ഒളിമ്പിക്കിലെ ഗോൾഡ് മെഡൽ, അമേരിക്കയുടെ പ്രധാനമന്ത്രി സ്ഥാനം എന്ന ഈ ലോകത്തിൽ കാണുന്ന ഉയർന്ന സ്ഥാനമാനമെല്ലാം കിരീടങ്ങളാണ്. പക്ഷെ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു they all crowns corruptible. The Bible says ഇത് ഒക്കെയും ഉയർന്ന സ്ഥാനമാനം, നോബൽ സമ്മാനം, ഗോൾഡ് മെഡൽ, പ്രധാനമന്ത്രി, പ്രസിഡന്റ്, മുഖ്യമന്ത്രി, ഇതൊക്കെ കിരീടങ്ങളാണ്. ലോകത്തിൽ കിട്ടുന്ന കിരീടം വാടുന്ന കിരീടം. ദൈവമക്കൾക്ക് ദൈവം വച്ചിരിക്കുന്ന കിരീടം വാടുന്ന കിരീടമല്ല, വാടാത്ത കിരീടം. വാടാത്ത കിരീടം. മത്തായി സുവിശേഷം 10-ാം അധ്യായം 32-ാം വചനം ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു. പിതാവിൻ്റെ മുമ്പിൽ നമ്മുടെ ഉടയ തമ്പുരാൻ യേശു ക്രിസ്തു നമ്മുടെ മുഖം കാണുമ്പോൾ നമ്മ പിതാവിൻ്റെ അടുക്കൽ ഏറ്റുപറയും. ആമേൻ. നീ നിന്റെ നാക്കുപയോഗിച്ച് ഈ ഭൂമിയിൽ മനുഷ്യരുടെ മുമ്പിൽ നീ ഏറ്റുപറഞ്ഞാൽ പിതാവിൻ്റെ മുമ്പിൽ യേശു നിന്നെ ഏറ്റുപറയും. ആകയാൽ ഈ നാവ് തന്നിരിക്കുന്നത് അക്നോളജ് ഹിം, അക്നോളജ് ജീസസ് ക്രൈസ്റ്റ്. രണ്ടാമത് ഈ നാവ് തന്നിരിക്കുന്നത് സ്തുതിക്കുവാൻ, സ്തുതിക്കുവാൻ, സദാ സ്തുതിക്കുവാൻ. ഞാൻ കിടന്നുറങ്ങി, സങ്കീർത്തനം 3:5 ദൈവം എന്നെ താങ്ങുകയാൽ ഞാൻ ഉണർന്ന്. I laid down to sleep because God sustained me. I awoke. അവൻ എന്നെ താങ്ങുകയാൽ ഞാൻ ഉണർന്ന്, അല്ലെങ്കിൽ മരണം വലിച്ചിട്ട് പോയേനെ. അതിനായി നീ സദാ സ്തുതിക്കണം. അപ്പോസ്തലർ 17:25 പൗലോസ് എഴുതുന്നു, താൻ എല്ലാവർക്കും എല്ലാം കൊടുക്കുന്നവൻ, ജീവനും പ്രാണനും ജീവനും
പ്രാണനും മാംസത്തിൻ്റെ ജീവൻ രക്തത്തിൽ. നാം വായിൽ ഇടുന്ന ആഹാരം 2 മണിക്കൂറിൽ നിനക്ക് ജീവൻ നൽകുന്ന രക്തമായി മാറ്റിത്തരുന്ന ഒരു മന്ത്രജാലം നിന്റെ വയറ്റിനകത്ത്, നിന്റെ ശരീരത്തിനകത്ത് ചെയ്തു തന്ന് ആ ദൈവത്തെ നീ എങ്ങനെ സ്തുതിക്കാതിരിക്കും? ജീവൻ തന്ന ദൈവത്തെ സ്തുതിക്കുക, മരണത്തിൽ നിന്ന് ഉറക്കമിട്ട് ജീവൻ തന്ന ദൈവത്തെ സ്തുതിക്കുക. പ്രാണൻ നിലനിർത്തുന്ന ദൈവം. നീ കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തു വിടുമ്പോൾ നിന്നെ ചുറ്റുമുള്ള മരം, ചെടി, കൊടി, സസ്യമൊക്കെയും അതിനെ വലിച്ചെടുത്ത് അത് തന്നെ അറിയാതെ തന്നെ നിനക്ക് വേണ്ടിയ പ്രാണനവായു, ഓക്സിജന് നിനക്ക് തരുന്ന ഒരു റൊട്ടേഷൻ ഉണ്ടല്ലോ. ആ അത്ഭുതം അനുദിനം മാത്രതോറും നിനക്ക് വേണ്ടി ചെയ്ത് നിന്റെ പ്രാണന്, ആയുസ്സിന് ഭൂമിയിൽ നിലനിർത്തുന്ന ദൈവത്തെ ഓർത്ത് സ്തുതിക്കണം. ആമേൻ, ആമേൻ. മൂന്നാമത്, ദൈവത്തെ ദൈവമെന്നും പാമ്പിന് പാമ്പ് എന്നും. ദൈവത്തെ ദൈവമെന്നും കുരങ്ങിന് കുരങ്ങ് എന്നും. ദൈവത്തെ ദൈവമെന്നും മനുഷ്യന് മനുഷ്യനെന്നും. ദൈവത്തെ ദൈവമെന്നും കല്ലിന് കല്ല് എന്നും അറിയുവാനുള്ള ബോധം ജനിച്ചു വീണ അന്നു മുതൽ റോമർ 1:18-19-20 ദിവ്യത്വത്തെക്കുറിച്ചുള്ള തെളിവ് നിനക്ക് നിന്റെ ബുദ്ധിയിൽ വച്ചു പിടിപ്പിച്ചിരിക്കുന്ന ആ ദൈവത്തെ നീ സ്തുതിക്കണം ദൈവജനമേ. അതുകൊണ്ടാണ് ആട്ടുകുട്ടി കാണാതെ പോയപ്പോൾ ഇടയൻ കണ്ടെത്തും വരെ അന്വേഷിച്ചു. ദ്രമ കാണാതെ പോയപ്പോൾ ഉടമസ്ഥ സ്ത്രീ കണ്ടെത്തും വരെ അന്വേഷിച്ചു. ഇളയ പുത്രൻ കാണാതെ പോയപ്പോൾ അപ്പൻ അന്വേഷിച്ച് നടന്നില്ല. അവൻ നിന്ന് പോയവൻ വരണം. കാരണം ആട്ടുകുട്ടിക്കും ദ്രമയ്ക്കുമില്ലാത്ത സുബോധം ജന്മനാ മനുഷ്യർക്ക് ദൈവം നൽകിയിട്ടുണ്ട്. നീ വന്നേ പറ്റത്തുള്ളൂ. ഓർമ്മപ്പെടുത്തേണ്ട, 2 ശനിയാഴ്ച ഓർമ്മപ്പെടുത്തേണ്ട, പ്രാർത്ഥനയ്ക്ക് ഓർമ്മപ്പെടുത്തേണ്ട സുബോധം. അത് ആ വചനത്തിലുണ്ട്. വീട്ടിൽ പോയി വായിക്കണം. റോമർ 1:20 ഇതിൽ നിന്ന് ഒഴിഞ്ഞു മാറുവാൻ നിനക്കൊരു പ്രതിവിധിയുമില്ല. ആമേൻ, ആമേൻ. നോ എക്സ്ക്യൂസ്. ജീവനായി സ്തുതിക്കുക, പ്രാണനായി സ്തുതിക്കുക. ഉറക്കം ചാവിൽ പോയി തീരാതെ ഉണർത്തിയ ദൈവത്തിനായി സ്തുതിക്കുക. ദൈവം തന്നിരിക്കുന്ന സുബോധത്തിനായി സ്തുതിക്കുക, ആയുസ്സിനായി സ്തുതിക്കുക, ആയുസ്സിനായി ആരോഗ്യത്തിനായി സ്തുതിക്കുക, ആഹാരത്തിനായി സ്തുതിക്കുക. ഈ ആണ്ട് നിനക്ക് സമൃദ്ധിയുടെ ആണ്ടായി മാറ്റിത്തീർക്കും. 2001 ജനുവരി 1 സുൽത്താനേറ്റ് ഓഫ് ഓമൻ ഇൻറ്റേർണൽ ഓഡിറ്റർ ജനറലും പിൻകാലത്തിൽ കേരള പ്രിൻസിപ്പൽ അക്കൗണ്ടൻറ്റ് ജനറലുമായ ഒരു മാന്യ അദ്ദേഹം ഇവിടെ വേദിയിലിരുത്തിക്കൊണ്ട് സുന്ദർ സിംഗ് മുഖാന്തരം സ്വർഗത്തിലെ ദൈവം പല പ്രവചനങ്ങൾ അടുക്കി വെളിപ്പെടുത്തി. അതിൽ ഒന്നാണ് അമേരിക്കയെ ഞാൻ ഒരു അടി വീഴാൻ പോകുന്നത്. 2001 ജനുവരിയിൽ അന്നാണ് വേൾഡ് സെൻറ്റർ 9 മാസം കഴിഞ്ഞിട്ട് സെപ്റ്റംബറിൽ തകർക്കപ്പെട്ടത്. 3000 പേർ ഏകദേശം മരിച്ചു വീണ്. ഒരു പ്രവചനം നിവൃത്തിയായി. സുന്ദർ സിംഗിൻ്റെ പ്രവചനമല്ല, ജാതി ജാതിയോടും ദേശം ദേശത്തോടും എതിർക്കും. അവൻ്റെ വരവെങ്കിൽ രണ്ടാമത് യുദ്ധം കാണുമെന്നല്ല, യുദ്ധത്തിൻ്റെ ശ്രുതി നിങ്ങൾ കേൾക്കും. 2, 3 മഹാമാരി ഒരു ലക്ഷണമാണ്. അത് വന്ന് കണ്ട് ദൈവം നമ്മെ രക്ഷിച്ചു
അത് മൂന്നാമത്തൊരു അടയാളം. നാലാമത്തൊരു അടയാളം, ഈ ആണ്ടുകളിൽ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന ക്ഷാമം. എല്ലാം ഇങ്ങ് ശ്രദ്ധിക്കണം, കൈകളെ തട്ടി ദൈവത്തെ മഹത്വപ്പെടുത്തുക. വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്ന ഈ ആണ്ടുകളിൽ ദൈവം സംസാരിച്ചത്, ക്ഷാമം ഇട്ട് ഞാൻ ആളുകളെ കുലുക്കും, രക്ഷയ്ക്കായി കുലുക്കും. ക്ഷാമം അത് ഉടനെയല്ല. 2 രാജ്യങ്ങളിൽ ക്ഷാമം വന്നു കഴിഞ്ഞ്, ഒന്ന് നമ്മുടെ അയൽ രാജ്യം ശ്രീലങ്ക, നാം കണ്ടതാണല്ലോ, നബീമിയ. അപ്പോൾ ആനയും പോത്തിനുമാണ് വെട്ടി കൊന്ന് അവർ തിന്നുന്നത്. 25% അവിടെ ക്ഷാമം വന്നു കഴിഞ്ഞു. ഈ വരുന്ന 5 ആണ്ടുകളിൽ ആഹാരത്തിൻ്റെ കുറവ്, ക്ഷാമം ഉണ്ടാകും. പക്ഷെ തൻ്റെ ജനത്തെ അവൻ കോട്ട കെട്ടി കാത്തുകൊള്ളും. 1 തിമോഥെയോസ് 2:4, മത്തായി 18:14, ഒരു ആത്മാവ് പോലും നഷ്ടപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുകയേയില്ല. ആമേൻ. ഒരു ആത്മാവ് പോലും നഷ്ടപ്പെടുവാൻ ദൈവം ആഗ്രഹിക്കുകയേയില്ല. വരുന്ന കഷ്ടത വാഗ്ദത്തമാകണമെങ്കിൽ, വരുന്ന കഷ്ടത വരദാനമാകണമെങ്കിൽ, വരുന്ന കഷ്ടത നിന്റെ ജീവിതത്തിൽ നന്മ ആകണമെങ്കിൽ, 1 മിനിറ്റ് ധ്യാനിക്കുക, ശ്രദ്ധിക്കുക. കർത്താവ് ആബ്രഹാമോട് വിളിച്ച് ഇറക്കിയതിന് ശേഷം ദീർഘകാലം സംസാരിച്ചിട്ടേയില്ല. ഉൽപ്പത്തി 13:12 ആബ്രഹാം ലോത്തിനെ വിട്ടു പിരിഞ്ഞതിന് ശേഷം ദൈവം ആബ്രഹാമോട് സംസാരിച്ചു. വിട്ടു പിരിയേണ്ടത് കെട്ടിപ്പിടിച്ചു വച്ചിരിക്കുന്ന ആളുകളുണ്ട്, വിട്ടുപിരിയണം. ആമേൻ. വിട്ടുപിരിയണം. വിട്ടുപിരിഞ്ഞാൽ കഷ്ടത അനുഗ്രഹമാക്കി തീർക്കും. രണ്ടാമത് 2 കൊരിന്ത്യർ 10:5 ക്രിസ്തുവിനായിട്ടുള്ള അനുസരണത്തിനായി എൻ്റെ വിചാരങ്ങളെ ഞാൻ പിടിച്ചടക്കും. പിടിച്ചടക്കേണ്ടതിന് അയൽക്കാരനല്ല വന്ന് പിടിച്ചടക്കണം, നീ പിടിച്ചടക്കണം. എന്നാൽ കഷ്ടത നന്മയായി തീരും. കൊലോസ്യർ 3:5 അനീതിയുടെ നിന്റെ അവയവങ്ങളെ മരവിപ്പിക്കുക എന്നല്ല, മരിപ്പിക്കുക എന്നേക്കുമായി. എന്നാൽ കഷ്ടത അനുഗ്രഹമായി തീരും. 1 ശമൂവേൽ 17:39 ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നു, ഗോലിയാത്തിനെ ജയിക്കുവാൻ സൗൽ രാജാ തൻ്റെ പടയങ്കി ഊരി ദാവീദിനെ ഏൽപ്പിച്ചു. സ്വർഗത്തിലെ പദ്ധതി, ഇവൻ്റെ പടയങ്കി കൊണ്ടല്ല ദാവീദിന് ജയം വരുന്നത്. ദാവീദിന് ജയം വരുന്നതോ കർത്താവിൻ്റെ പുഷ്ടി കൊണ്ട്. 1 ശമൂവേൽ 17:39 ചേരാത്ത പടയങ്കിയെ അവൻ ഊരിവെച്ചു. ചേരാത്തത് ഇതെന്ന് നിനക്ക് നന്നറിയാം, ഉടനെ ഊരിവെക്കുക. ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന ഇതിൻ്റെ പേരാണ് വിശുദ്ധി, വേർപാട്. മോശെ എന്നുള്ള ദൈവദാസൻ മുഖത്തിലൊരു മൂടുപടം ഇട്ടിരുന്ന് ദൈവസന്നിധിയിൽ പോകുമ്പോൾ മൂടുപടം വിലക്കും. മനുഷ്യൻ്റെ മുമ്പിൽ വരുമ്പോൾ മൂടുപടം ഇടും. അതിൻ്റെ പേരാണ് അനുസരണം, പരിശുദ്ധി. കർത്താവിൻ്റെ ദയ ഈ ആണ്ടിൽ വേണമോ? മോശയോട് ദൈവം അരുളി ചെയ്യുന്ന, എൻ്റെ കൈ നിൻ്റെ മുകളിൽ ഞാൻ വെച്ച് ഞാനിങ്ങനെ കടന്നു പോകും. കർത്താവിൻ്റെ കൈയാണ് ദൈവത്തിൻ്റെ ദയ. നിനക്ക് ദോഷം വരാതിരുപ്പാൻ എനിക്കൊരു സ്ഥലമുണ്ട്, ആ സ്ഥലത്തിൽ കൊണ്ട് നിർത്തും. പുറപ്പാട്
33:21 വചനത്തിൽ ആ സ്ഥലത്തിൻ്റെ പേരാണ് പിളർക്കപ്പെട്ട പാറ. പുറപ്പാട് 33:21. ആ സ്ഥലം പിളർന്ന പാറയുടെ നടുവിൽ നിന്നെ ഞാൻ നിർത്തി എൻ്റെ കൈ നിൻ്റെ ശിരസ്സിന്മേൽ വെച്ച് ഞാൻ കടന്നു പോകും. നമുക്ക് വേണ്ടി പിളർക്കപ്പെട്ട ഒരു പാറ കൊണ്ട് ഓർമ്മ ഉണ്ടോ? പൗലപ്പോസ്തലൻ എഴുതുന്നു 1 കൊരിന്ത്യർ 10:4 ആ പാറ ക്രിസ്തു തന്നെ. ആ പിളർക്കപ്പെട്ടവൻ്റെ പിളർപ്പിൽ ആശ്രയം കണ്ടെത്തുക. കഷ്ടത നിലവിളി കേട്ട് എല്ലാം മറുപടി നൽകുന്ന നല്ല ദൈവം നമുക്കുണ്ട്.